إلى حضرة سيدنا مصطفى محمد صلى الله عليه وسلم شيخنا إمامنا حسن البصري رضي الله عنه أستاذنا الشهيد النبي بن سعد رضي الله عنه سيدنا عثمان رضي الله تعالى عنه اللهم وإلى حضرة فريد الدين الأكبر رضي الله عنه شيخنا أستاذنا الشهيد النبي بن سعد رضي الله عنه أستاذ الأساتذة بحر العلوم جميع أساتذتنا مشايخنا سادات المخدومين وأصولهم وفروعهم مشايخ دائرتهم أساتذتهم وتلاميذهم كلهم أجمعين الفاتحة. حكي أنه رحمه الله مر بقوم في عيد ഒരു പെരുന്നാൾ ഇങ്ങനെ പോവുക, കുറെ ആൾക്കാരുടെ അരിയിൽ കൂടി ഇങ്ങനെ പോകും. പെരുന്നാളിലാണ് കാനു യദ്ഹഖൂന, അവരിങ്ങനെ ചിരിക്കുന്നു, യൽഅബൂന കളിക്കുന്നു, അവർ ചിരിക്കുകയും കളിക്കുകയും എല്ലാം ചെയ്യുന്നു. ഖാല അതഅജ്ജബു മിന്നു അല്ലാഹ്, എങ്ങനെ ചിരിക്കും ചങ്ങായിമാരെ, എങ്ങനെ കളിക്കും. യദ്ഹഖൂന വയൽഅബൂൻ വലാ യഅലമൂന ആഖിബത അംരിഹിം വഅഹ്വാലിഹിം, അവരുടെ അന്തിമം എന്താണ്, അവരുടെ അവസ്ഥ എവിടെയാണ്, എങ്ങനെയാണെന്നറിയാത്തവർ എങ്ങനെ ചിരിക്കും, എങ്ങനെയാണ് സന്തോഷിക്കുന്നത്. യാത്ര വളരെ ദൈർഘ്യമാണ്. മനസ്സിലായോ? എങ്ങനെയാ ചിരിക്കുന്നത്, എങ്ങനെയാണ് കളിക്കുന്നത്, എന്താണ് അല്ലാഹു ആഖിബത്ത് നന്നാക്കട്ടെ. ഖീല ലഹു കൈഫ ഹാലക, എങ്ങനെയുണ്ട് ഹബീബേന്ന്. ഹാലൊക്കെ അടിപൊളിയല്ലേ. കൈഫ ഹാലുക്ക്, എങ്ങനെയുണ്ട് അവസ്ഥയെന്ന് ഹസൻ ബസ്രി തങ്ങൾ ചോദിച്ചു. എന്ത് പറയാനാ ഹാലു, കൈഫ ഹാലു, കൈഫ യകൂനു ഹാലു മൻ കാന ഫീ സഫീനത്തിൻ ഫൻകസറത്ത് ഫഅഖദ കുല്ലുൻ ലൗഹൻ വസ്തംസക ബിഹി. ഖാലു ഹാലു സൈബ്, കപ്പൽ യാത്ര, കപ്പൽ നടുക്ക് വെച്ച് പൊളിഞ്ഞു പോയി. ഓരോരുത്തരും ഓരോരോ കഷണെടുത്ത് എങ്ങനെയെങ്കിലും അതിനകത്ത് ഇരുന്ന് നീന്തി പിടിച്ചു വരാനുള്ള ഉദ്ദേശത്തിലാണ് എല്ലാവരും ഉള്ളത്. അവരവസ്ഥ എന്തായിരിക്കും ഹബീബേ എന്ന് ചോദിച്ച ആളോട് ചോദിച്ചോ, അത് വലിയ പ്രയാസം തന്നെ ആയിരിക്കും. എന്നാ പിന്നെ നമ്മളെ അവസ്ഥ എങ്ങനെയൊക്കെ തന്നെയാണ്. ഹലി കദാലിക, ഞാനും ഇങ്ങനെ ഓടുകയാണ്, എന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഒരു ചങ്ങായി ആഹാരം കഴിക്കാൻ കണ്ട് മക്ബറയുടെ അയച്ചിട്ടാണ്. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, ഇന്നോക്ക് മുനാഫിഖ്, ചങ്ങായി മുനാഫിഖാണ്, ഇനി ഇത്ര ധൈര്യം കാണിക്കില്ല ആ മക്ബറയുടെ ഉള്ളിൽ അവിടൊക്കെ കടന്നിട്ട് ഭക്ഷണം കഴിക്കാൻ. ലിമ കാലം അന്തഹബത്ത് ശഹവത്തുൽ ഇത്അം ബൈന ഹാദിഹിൽ മൗത, ഈ മരിച്ചു കിടക്കുന്ന ആൾക്കാരുടെ ഇടയിൽ എങ്ങനെ ഓന്റെ തആമിനോടുള്ള ശഹവത്ത് ചലിച്ചത് നമുക്ക് മനസ്സിലായി. ബിൽ മൗത്തി വൽ യൗമിൽ ആഖിർ, അവനെ കണ്ടിട്ട് അവൻ മരണവും ഉറപ്പില്ല, മരണം കൊണ്ട് വിശ്വസിക്കുന്നില്ല, യൗമിൽ ആഖിർ കൊണ്ട് വിശ്വസിക്കാത്ത, അങ്ങനെ തന്നെയല്ലേ അലാമത്തുൽ മുനാഫിഖ്. മാഷാ അല്ലാഹ്. പടച്ചവനെ, നീ എനിക്ക് ഒരുപാട് നിഅമത്ത് ചെയ്തു അല്ലാഹ്. നിനക്ക് ഞാൻ ശുക്ർ ചെയ്തിട്ടില്ല. അല്ലാഹ്, ഒരുപാട് ബലിയാത്തുകൾ എനിക്ക് നീ ഇറക്കി, ഞാൻ ക്ഷമിച്ചിട്ടില്ല. ഇല്ലേ, കൊറോണ കണ്ട് ക്ഷമിച്ചിരിക്കാൻ പറ്റുന്നില്ല ആൾക്കാർക്ക്. അവിടെ എവിടെയൊക്കെ ഇച്ചിരി ഒന്ന് മാറിയപ്പോഴത്തേക്ക് നല്ല മുഖ്ലിസീങ്ങളായ ഉസ്താദുമാരുടെ ദുആ കൊണ്ടും ഉമ്മമാരെ കരച്ചിലുകൊണ്ടും ഉപ്പമാരെയും വയസ്സന്മാരുടെ കരച്ചിലുകൊണ്ടും ഉപ്പമാരെ കരച്ചിലുകൊണ്ടും പക്ഷപർവതാലികളുടെ പറവകളുടെ കരച്ചിലും ദുആയും കൊണ്ടും മനുഷ്യന്മാർക്ക് തിരി മാറിയപ്പോഴത്തേക്ക് പൊട്ടിച്ചു വിട്ടാണ് പോകുന്നത്. ഗേറ്റ് തുറന്ന പോലായിപ്പോയി, റെയിൽവേ ഗേറ്റ് തുറന്ന കണക്ക് ചാടി കളിക്കുന്നു. അള്ളാഹു കാക്കട്ടെ. കുറെ കൂടെ നമ്മളൊന്ന് അടങ്ങി ഒതുങ്ങിയൊക്കെ നിന്നാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ നാടാകെ ഈ രോഗം കൊണ്ട് കുട്ടിച്ചോറാവും. അൻസൽത അലയ്യ ബലിയാത്തിൻ ഫമാ സബർതു, അല്ലാഹ് ഒരുപാട് ബലിയാത്തുകൾ നീ ഇറക്കി തന്നു. അൻസൽത അലയ്യ, ഞാൻ ക്ഷമിച്ചില്ല. വലഹാദ, ഞാൻ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇങ്ങനെയെല്ലാം ഞാൻ ചെയ്തിട്ടും ഫമാ ഖതഅത അന്നി നിഅമക, അല്ലാഹ് നിന്റെ നിയമത്തിന് ഞങ്ങളുടെ മേൽ നീ മുറിച്ചവനല്ല അല്ലാഹ്. വമാ അദംത അലയ്യൽ ബലാ, ബലായിനെ നീ നിത്യമാക്കി തന്നില്ലല്ലോ അല്ലാഹ്. ഫഅന്ത കരീമുൽ ലത്തീഫ് ലാ യദ്ഹറു മിൻക ഇല്ലൽ കറമു വൽ ലുത്ഫ്. മഹാനായ ഹസൻ ബസ്രി തങ്ങൾ ഇങ്ങനെ ദുആരക്കാറുണ്ട്. ഇലാഹി അന്നംത അലയ്യ വമാ ശക്കർതുക,
وأنزلت علي بليات وما صبرت فعلى هذا فما قطعت عني نعمك يا الله وما أدمت علي البلاء يا الله فأنت كريم لطيف اللهم بكرمك ولطفك والطف بنا يا الله أكرمنا بكرامتك يا الله. ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും പഠിച്ചവനെ ലാ യദ്ഹറു മിൻക, നിന്നിൽ നിന്നും ലാഹിറായിട്ടില്ല ഇല്ലൽ കറം വല്ലുതുഫ്, അല്ലാഹു ലുതുഫ് ചെയ്യട്ടെ, കറമ ചെയ്യട്ടെ, അല്ലാഹു സമുദായത്തിനെ രക്ഷപ്പെടുത്തട്ടെ. മാരകമായ രോഗം അല്ലാഹു എത്രയും പെട്ടെന്ന് ഉയർത്തിക്കളയട്ടെ. ഖീല മഹാനായ ഹസൻ ബസ്രി തങ്ങൾക്ക് വഫാത്താകുന്ന സന്ദർഭം ലമ്മാ ഹദറത്തുൽ വഫാത്തു തബസ്സമ, ഹസൻ ബസ്രി തങ്ങൾക്ക് വഫാത്ത് വരുമ്പോൾ ചിരിച്ചുപോയി, പുഞ്ചിരിച്ചു. വഖാല, എന്നിട്ട് ചോദിക്കുകയും ചെയ്തു, അയ്യോ ദംബിൻ എന്ന് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ ചോദിച്ച് പുഞ്ചിരിച്ച് അങ്ങ് മരിച്ചു. അയ്യോ ദംബിൻ, ചിരിച്ചോണ്ട് അങ്ങ് മരിച്ചു. അള്ളാഹു ചിരിച്ചു മരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. നമ്മളോടൊരു തങ്ങളിപ്പാ പറഞ്ഞു ചിരിച്ചു മരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തന്നെ നമുക്ക് എല്ലാം തൗഫീഖ് ചെയ്യട്ടെ. ചിരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അങ്ങ് മരിക്കട്ടെ. നല്ല രസത്തിന് മരുന്ന് ജനാസ കാണുന്നവർക്കൊരു സന്തോഷം വരുമല്ലോ. അന്നേരം ചിരിച്ചു കിടക്കാന്ന് പറയില്ല ആൾക്കാർ. അങ്ങനത്തെ ഒരു അവസ്ഥ അള്ളാഹു നമുക്ക് തരട്ടെ. തൂഫി റഹ്മഹുല്ലാഹു തആല മഅ അന്നഹു, മഹാനായ ഹസൻ ബസ്രി തങ്ങൾ ജീവിതത്തിൽ ചിരിക്കാത്ത ആളാണ്. എന്നാണ് പറഞ്ഞില്ലേ, മാ തബസ്സമ ഫീ ഹാലി ഹയാത്തിഹി ഖത്ത്. അങ്ങനെ എന്തായാലും ഇങ്ങനെ മരണമാസന്നമായ സന്ദർഭത്തിൽ പുഞ്ചിരിച്ചങ്ങ് മരിക്കുകയും ചെയ്തു. അയ്യോ ദംബിൻ എന്ന് ചോദിക്കുകയും ചെയ്തു. ഏത് പാവാണ്. അപ്പൊ ഫറആഹു ബഅദു സ്വാലിഹീന ഫിൽ മനാം, ഉറക്കിൽ കണ്ടു ബഅദു സ്വാലിഹീൻ. വഖാല ലഹു മാ റഅയ്നാക മുതബസ്സിമൻ ഫീ ഹയാതിക ഖത്തു, ജീവിതകാലത്തിൽ ഞങ്ങൾ ചിരിച്ചും പുഞ്ചിരിച്ചും കാണാത്ത ആളാണ്. ഇനി അവിടെ ആരും ഇഷ്കാലൊന്നും ആക്കണ്ട. തബസ്സുബുക ഫീ വജ്ഹി അഖീക സദഖത്തുൻ എന്നൊക്കെ, സഹോദരന്റെ മുഖത്ത് നോക്കി ചിരിക്കൽ സുന്നത്തല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ ഓരോരോ മക്കാമിലൊക്കെ ഉള്ള ആൾക്കാരെ വർത്തമാനങ്ങളാണ്. അതൊക്കെ നമ്മൾ ചെയ്യാം, അതിന് കുഴപ്പമില്ല. ഇതും ചെയ്തോളി, അതിന് തകരാറൊന്നുമില്ല. ഫമാക്കാന സബബു തബസ്സുമിക ഇൻദൽ മൗത്ത്, മരിച്ചപ്പം പിന്നെ എന്തേ ചിരിച്ചല്ലോ. വമാ മഅനാ ഖൗലിക ഹീനഇദൻ അയ്യു ദംബിൻ എന്ന് ചോദിക്കുകയും ചെയ്തല്ലോ. എന്തായിരിക്കും അത് എന്ന് ഹസൻ ബസ്രി തങ്ങളോട് മരിച്ചതിന് ശേഷം അങ്ങനെ ചോദിച്ചു. അങ്ങനെ അഭിപ്രായം ഉണ്ടല്ലോ, മരിച്ചതിന് ശേഷം ഒരു വർത്താനമൊക്കെ പറയല്ലോ. അവർക്ക് ആധിപത്യം കൊടുത്തിട്ട് അല്ലാത്ത എങ്ങനെ ആധിപത്യം, ഭരിക്കാനുള്ള ആധിപത്യം ഇല്ല. വലമ്മാ തവഫയത്തൈനി അന്തർ റഖീബ്, എന്നാലും അവരിങ്ങനെ ഭരണം നടത്തുന്നുണ്ട്. മഹാനായ ഖമറുൽ കഴിഞ്ഞ ഇന്നത്തെ സബക്കിൽ അത് പറഞ്ഞു, ഭരണം നടത്തുന്ന കാര്യമൊക്കെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോഴും ആത്മീയ ലോകത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും റിട്ടയർഡ് ഉദ്യോഗസ്ഥനായാലും റിട്ടയർഡ് ജഡ്ജി ആയാലും പലതും ചെയ്യാനൊക്കെ പറ്റും അയാളെ കൊണ്ട്. അതേപോലെ ഒരു വഫാത്തായെങ്കിലും പലതും ചെയ്യാൻ പറ്റും. പിന്നെ ആധിപത്യം വലമ്മാ തവഫയതനി അന്തർ റഖീബ് എന്ന് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞല്ലോ. പഠിച്ചോനെ, നീ എന്നെ ആകാശത്തേക്ക് ഉയർത്തിയപ്പം പിന്നെ നീയല്ലേ അതിന്റെ ആള്. അതേണൊക്കെ എല്ലാവരും അമ്പിയാക്കന്മാരായാലും വലിയാക്കന്മാരും അങ്ങനെയൊക്കെ തന്നെയാണ്. അവരിപ്പോ ഇങ്ങോട്ട് ഇറങ്ങി രംഗത്തിറങ്ങണമെന്നില്ല. അപ്പൊ ഏതായാലും പറയട്ടെ, അതിനിപ്പോ വിശദീകരിക്കേണ്ടതാണ്. അയ്യൂദ് മുഖാല സമീഅതു സൗതൻ യഖൂൽ യാ മലക്കൽ മൗത്ത് ശദ്ദിദ് അലൈഹി, ഞാൻ വഫാത്തായി കിടക്കാൻ ഞാനിങ്ങനെ എന്റെ റൂഹ് പിടിക്കാനാകുമ്പോഴേ മലക്കിനോട്, അസ്രായീൽ മലക്കിനോട് വിളിച്ചു പറയുന്ന ആരാണ്ട്, മലക്കിനോ ഇത്തിരി ഒന്ന് ശകലം ഒന്ന് കടുപ്പം കൂട്ടിയേക്കും, സ്ട്രോങ് അല്പം. ഫഖദ് ബഖിയ അലൈഹി ദംബുൻ, ഒരു പാപം മൂപ്പർക്കുണ്ട്, അതിന് സ്ട്രോങ് ആക്കിയേക്കാൻ പറഞ്ഞു. അതിപ്പോഴും കഴിയട്ടെ. അല്ലാ പടച്ച റബ്ബേ, ഞങ്ങളുടെ അവസ്ഥ എന്താണ്? അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സക്രാത്തിനാ യാ അല്ലാഹ്. അങ്ങനെ ഫതബസ്സംതു, ഞാൻ ചിരിച്ച് ഫർഹാൻ സന്തോഷിച്ച. എന്തായാലും അതുകൊണ്ടല്ല, ആ ഒരു മൈനസ് അങ്ങ് പോട്ടെ. അപ്പൊ എനിക്ക് സന്തോഷമായി. അതിന് ഇനിയിപ്പോ എന്തായാലും ഫുൾ പ്ലസ് ആയിട്ട് നമുക്ക് പോകാനല്ലോ പടച്ചമ്പരാന്റെ അടുത്ത്, വെള്ളി ശുദ്ധിയായിക്കൊണ്ട്. അപ്പൊ എനിക്ക് ചിരി വന്നതാണ് എന്ന്. പിന്നെ എന്നെ ബഖിയ അലയ്യ ദംബിൻ വായുന്നു തുമ്മക്കുൽത്തു, ഞാൻ ചോദിച്ചു അയ്യു ദംബിൻ വലക്കാന്ന്, ഏതാ അയ്യു ദംബിൻ വലാലിക്കാന്ന് ഞാൻ ചോദിച്ചു ഈ പറഞ്ഞ ആളോട്. പക്ഷെ ആരും മറുപടി പറഞ്ഞില്ല. എന്ത് ചെയ്യാൻ? അപ്പൊ കുറച്ചിട്ട് പിന്നെ ഞാനങ്ങ് പോവുകയും ചെയ്തു, ദുനിയാവിനങ്ങ് പുറപ്പെടുകയും ചെയ്തു പറഞ്ഞു.
മഹാനായ ഹസൻ ബസരി തങ്ങൾ വഫാത്തായ ആ രാത്രിയിൽ റജുലുൻ മിനസ് സാലിഹീൻ, സാലിഹീങ്ങളിൽപ്പെട്ട ഒരാൾ കാണുകയാണ്, അന്ന അബ്വാബസ്സമായി ഖദ് ഫുത്തിഹത്, വാനലോകങ്ങളെല്ലാം തുറക്കപ്പെട്ടു പോയി, അലങ്കരിക്കപ്പെട്ടു. വയുനാദി മുനാദിൻ വയഖൂലു വസലൽ ഹസനു ഇലാ റബ്ബിഹി വഹുവ അൻഹു റാദിൻ റളിയല്ലാഹു അൻഹു. ഓ മാഷാ അല്ലാഹ്. ആ വാനലോകത്തിന് വിളിച്ചു പറയാണ് വസലൽ ഹസൻ. നമ്മൾ കാത്തിരുന്ന ഹസൻ ബസ്രി ദാ വരുന്ന ഇവിടെ എത്തിപ്പോയി. ഇലാ റബ്ബിഹി വഹുവ അൻഹു റാദിൻ, അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുകയാണ് അവരെ പറ്റിയിട്ട്. റളിയല്ലാഹു അൻഹു വേണ്ട, അള്ളാഹു എടുത്തിട്ട് തൃപ്തിപ്പെടട്ടെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് നമ്മളിതിനൊന്നും അറിയാറല്ല, ഇതൊന്നും വായിച്ചാലൊന്നും പറയാനൊന്നും നമ്മൾ അറിയാനല്ല. നമ്മളെ അവസ്ഥ നമുക്കല്ലേ അറിയാം. പണ്ട് കോട്ടൂർസാറിന് കണക്ക് ആദരവും ബഹുമാനമൊക്കെ ഉണ്ട്, ശരിയാ. നമ്മളെ സ്വന്തം അവസ്ഥ നമുക്കല്ലേ അറിയാവുന്നൊരു മജ്ലിസിൽ വെച്ചിട്ട് കോട്ടൂർസാർ പറഞ്ഞായിരുന്നല്ലോ, ആദരിക്കലും അങ്ങാടി അല്ല മാലയിടലും ബഹുമാനിക്കലും എല്ലാം നല്ലത് തന്നെ. പക്ഷെ ആദരിക്കപ്പെടുന്ന ആളിന്റെ അവസ്ഥ ആരറിയുന്നു? അങ്ങനെ ഹസൻ ബസരി തങ്ങളെ പറ്റിയൊന്നും പറയാൻ നമ്മളറിയാറല്ല. പിന്നിങ്ങനെ ഓരോരുത്തർ നിർബന്ധിച്ച് അങ്ങ് പറയാണ്. ഏതായാലും ഈ മഹാന്മാരെയൊക്കെ മറക്കത്തോണ്ട് നമ്മൾ മരിക്കുന്ന സന്ദർഭം നല്ലൊരു ഹാലിലായിട്ട് നല്ലൊരു അവസ്ഥയിലായിട്ട് ഇങ്ങനെ അഷ്റഫുൽ ഖൽഖിന്റെയും മഹാന്മാരായ സ്വാലിഹീങ്ങളുടെയും ഹസൻ ബസരി തങ്ങളെ പോലെയുള്ള സ്വാലിഹീങ്ങളുടെയും ഹളറത്തിലായി മരിക്കാൻ, അവരുടെ സാന്നിധ്യത്തിലായി മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ഹസൻ ബസരി തങ്ങളുടെ ചരിത്രം കഴിഞ്ഞു. ഇനി നമ്മൾ പറയാനുള്ളത് മാലിക് ഇബ്നു ദീനാർ തങ്ങളുടെ ചരിത്രം. മാലിക് ഇബ്നു ദീനാർ അസ്സാലിഖു തയ്യാർ. മാലിക് ഇബ്നു ദീനാർ, ദീനാറിന്റെ മോനെന്ന, സമ്പത്തിന്റെ മോനെന്ന പേര്. കൊള്ളാം, നല്ല പേരല്ലേ. അതിന് പേരിന് കാരണമുണ്ട്, സമ്പത്തിന്റെ പേരെന്നിടാൻ കാരണമുണ്ട് ഇൻഷാ അല്ലാഹ്.